സ്വർണ്ണക്കവർച്ചാ കേസിൽ മുരാരി ബാബു റിമാൻഡിൽ. മുരാരി ബാബു സമൂഹത്തിൽ സ്വാധീനമുള്ളയാളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2 കേസുകളിലാണ് മുരാരി ബാബുവിനെ ഹാജരാക്കിയത്. ദ്വാരപാലക ശില്പപാളിയുടെ കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പടി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. ക്ഷേത്രമുതലുകൾ ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു, പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിലിരുന്ന് ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ആരോപിക്കുന്നത്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയെന്നും റിപ്പോർട്ടിൽ. 14 ദിവസത്തേക്ക് റിമാൻഡിലായ മുരാരി ബാബുവിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയിട്ടാണ് മുരാരി ബാബുവിനെ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കിയത്. കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് മുരാരി ബാബുവിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് പരാമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിൻ്റെ പരിപാവനമായിട്ടുള്ള അതിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അത് മാത്രമല്ല, ആ ക്ഷേത്രത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ, അതിൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഒപ്പം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ പ്പെടുത്തുന്ന നടപടികളാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പരിപാവനമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ക്ഷേത്രത്തിനെതിരായിട്ട് ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു നൽകിയ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്നും പറയുന്നു. പ്രധാനമായിട്ടും 2 കേസുകളിലാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെ കവർച്ച കേസിലും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണ കവർച്ച കേസുകളിലുമാണ് 2 കേസുകളിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 കേസുകളിലും അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെന്നും അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അയാൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഒപ്പം ഒളിവിൽ പോകാനും തെളിവ് നശിപ്പിക്കാനും അടക്കം സാധ്യതയുണ്ട് എന്നും അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രതി ചെയ്തിട്ടുള്ള കുറ്റകൃത്യം വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള സ്വഭാവമുള്ളതാണ് എന്നും അതിൽ കൃത്യമായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആഴവും പരപ്പും മനസ്സിലാക്കി ആ രീതിയിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ മാസം 29 പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുമെന്നും അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രതിയെ റാന്നി കോടതി റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും മുരാരി ബാബുവിനെ മാറ്റുന്നുണ്ടാവുക. ഇന്നലെ വൈകിട്ടാണ് മുരാരി ബാബുവിനെ ചങ്ങനാശ്ശേരിയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് രാവിലെ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് നടപടികളൊക്കെ അടക്കം നടക്കുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലം കൂടിയിട്ടുണ്ട്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വീണ കൂടി ശരിയാണ്. വീണ, സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് മുരാരി ബാബുവിനെ മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. സുരേഷ്, അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ മുരാരി ബാബുവുമായിട്ട് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാന്നി കോടതിയിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയാണ് റിമാൻഡിലേക്ക് ഈ മുരാരി ബാബുവിനെ അയച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ കുഞ്ചാല മൂടുള്ള സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും ഇങ്ങോട്ടേക്കായിരിക്കും മുരാരി ബാബുവിനെ കൊണ്ടുവരിക. ഏറ്റവും നിർണായകമായൊരു നടപടിയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് SIT കടന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഇതിൽ 2ാം പ്രതിയുടെ അറസ്റ്റാണ് ഇന്നുണ്ടായത്. ദേവസ്വം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായ നടപടിയാണ് ഇന്നുണ്ടായത്. ദേവസ്വം ഉദ്യോഗസ്ഥരിലെ ഏറ്റവും ഗൂഢാലോചന നടത്തിയതിൽ പ്രധാന കണ്ണിയാണ് ഇയാളെന്നാണ് അന്വേഷണ സംഘം അടക്കം പറയുന്നത്. കോടതിയിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യുകയും വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇഞ്ചക്കയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇയാളിൽ നിന്ന് വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു, മൊഴിയെടുപ്പൊക്കെ ശേഖരിച്ചു. അതിനുശേഷം അറസ്റ്റ് ചെയ്തതിനു ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം
ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം റാന്നിയിലെ കോടതിയിലേക്ക് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇതുവരെ നൽകിയിട്ടില്ല. 29-നായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നൽകുക. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനായി മുരാരി ബാബുവിനെ അന്വേഷണ സംഘം വാങ്ങിക്കുക. അതിന് മുന്നോടിയായ ഈ ഒരു സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാത്ത സാഹചര്യത്തിലാണ് റാന്നി കോടതി ഇപ്പോൾ മുരാരി ബാബുവിനെ റിമാൻഡിലേക്ക് അയക്കുന്നത്. അതായത് സബ് ജയിലിലാണ് ഇനി തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലായിരിക്കും മുരാരി ബാബു. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ 2 സ്വർണ്ണ കവർച്ചാ കേസുകളിലാണ് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചന നടത്തുകയും ഒപ്പം തന്നെ ഈ ഒരു സ്വർണ്ണ കവർച്ചയിലെ പ്രധാന പങ്കാളി കൂടിയായിരുന്നു ഇയാൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം 7 മണിയോടുകൂടിയാണ് റാന്നി കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ മുരാരി ബാബുവുമായി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. അല്പസമയങ്ങൾക്കകം തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP സുരേഷ്. തിരുവനന്തപുരത്ത് നിന്നും വീണയാണ് വിവരങ്ങൾ നൽകിയത്.